ഹായ്, ഇന്ന് നമുക്ക് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാവേ. പൊട്ടറ്റോ എഗ് വെജിറ്റബിൾ സാൻഡ്വിച്ചാണേ. നല്ല രുചികരവും എളുപ്പവുമായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണേ. തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ കാണുമ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ഈ സാൻഡ്വിച്ചിന് വേണ്ട സാധനങ്ങൾ: പൊട്ടറ്റോ വേണം, 2 മുട്ട വേണം, മല്ലിയില വേണം, കുരുമുളക് വേണം, ഉപ്പ് വേണം, കുറച്ച് വെജിറ്റബിൾ വേണം. അതിൻ്റെ പുറകെ ഞാൻ പറഞ്ഞുതരാം. പൊട്ടറ്റോ നന്നായി പീൽ ചെയ്യണേ, മുഴുവനും തന്നെ നമുക്ക് വേണം. എന്നിട്ട് നമ്മളത് ഗ്രേറ്ററിൽ ചെറിയ ഹോളുള്ള സൈഡിൽ വെച്ചിട്ട് മുഴുവൻ പൊട്ടറ്റോയും നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് നന്നായി പിഴിയണേ. അതിനകത്ത് വെള്ളമുണ്ടല്ലോ, ആ വെള്ളം കളയൊന്നും വേണ്ട. അത് നമുക്ക് മുഖത്തൊക്കെ തേക്കാം. അപ്പം വെള്ളം നന്നായി പിഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല വേറെ വരാന്ന് കിട്ടുവേ. വെള്ളം ഒട്ടും പാടില്ല, വെള്ളം ഒട്ടും ഇല്ലാതെ നന്നായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ആ പൊട്ടറ്റോയും 2 മുട്ടയും ഈ മല്ലിയിലയും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായി തന്നെ നമ്മളത് യോജിപ്പിക്കുകയാണ്. ഇളക്കി യോജിപ്പിക്കണം, മിക്സ് ചെയ്യുവാണ്. ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഈ കുറേശ്ശെ കോരി ഒഴിച്ച് ചെറിയ കട്ടി കുറച്ച് വട്ടത്തിൽ നമ്മളിങ്ങനെ ചുട്ടെടുക്കുവാണ്. നമ്മൾ ഓരോന്നും അതുപോലെ എടുത്ത് എനിക്കൊരു അഞ്ചോളം മുട്ടയുടെ ചെറിയ വട്ടം കിട്ടിയേ. അപ്പോൾ നമുക്കൊരു 4 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും. 2 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും. 4 ബ്രെഡ് സ്ലൈസസ് വേണേ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ മയനൈസ് തേച്ച് കൊടുക്കുക. മയനൈസ് നല്ലപോലെ ഇഷ്ടമുള്ളൊരു ഇഷ്ടം പോലെ തേച്ചോ കേട്ടോ, നല്ലതായിട്ട് തേച്ചു. ഇതിൻ്റെ മുകളിൽ കെച്ചപ്പ് വേണേലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ 2 ഇതുപോലത്തെ മുട്ടയുടെ 2 സാധനം എടുത്ത് വെക്കുവാണ്. എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ വെക്കുന്നത് കുക്കുംബർ ഇതുപോലെ കട്ടി കുറഞ്ഞ് നൈസായിട്ട് അരിയണം. ഇതിൻ്റെ ഒരു അരിയാനുള്ള ടിപ്പ് അറിയാമോ? എളുപ്പമാണ്. നമ്മുടെ പീലർ ഉപയോഗിച്ച് പീൽ ചെയ്താൽ മതി. നേരെ താഴോട്ട് പീൽ ചെയ്യണമെന്നേ ഉള്ളൂ. പീൽ ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടുവേ. നല്ല രസമല്ലേ കാണാൻ, ഭയങ്കര തിന്നാനും നല്ല സുഖമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ലെറ്റ്യൂസ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഞാൻ ലെറ്റ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ലെറ്റ്യൂസും വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി എടുത്ത് വെക്കുക. തക്കാളി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ സ്ലൈസസിലെ ചീസ് സ്ലൈസസ് വെക്കാമേ, കുഴപ്പമില്ല. എന്നിട്ട് ഇത് മറ്റേ പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡ് നന്നായിട്ട് മുറിച്ച് കളയണേ. അപ്പോൾ ഇതുപോലെ ലെയറായിട്ട് നമുക്ക് സാൻഡ്വിച്ച് കിട്ടും. എന്നിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്, ഒപ്പം ഹെൽത്തിയാണ്, പ്രോട്ടീനൊക്കെ അല്ലേ, പിന്നെ വെജിറ്റബിൾസും അല്ലേ ഉള്ളൂ, ഒന്നും ഹാംഫുൾ ആയിട്ടില്ലല്ലോ, നല്ല രുചികരവുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.